ഹലോ, ഫോർമുല റിവിഷൻ സീരീസ് ഡേ 13 ആണ്. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അറിയാലോ, സർക്കിളാണ്, ഇതതിൻ്റെ സെൻറ്ററാണ് O. ഓക്കെ, ഇത് രണ്ട് പോയിൻ്റാണ് സർക്കിളുള്ള പിയും ക്യൂവും. ആ പോയിന്റിനെ തൊട്ടുകൊണ്ട് പോകുന്ന വരകൾക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചവർ പറയുന്നത് തൊടുവര എന്നും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർ പറയുന്നത് ടാൻജൻറ്റ് എന്നുമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടാൻജൻറ്റ് ഉണ്ട്. ഇത് R എന്ന് പറഞ്ഞ പോയിന്റിൽ ഇങ്ങനെ പോയി മുട്ടുന്നുണ്ട്. ഈ ആംഗിൾ എക്സും ഈ ആംഗിൾ വൈയും ആണെങ്കിൽ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ y എന്ന് പറഞ്ഞ ആംഗിൾ കണ്ണും കൂട്ടി നിങ്ങൾക്ക് പറയാം 180 മൈനസ് എന്താണ് എക്സ് ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് റിസൾട്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ശ്രദ്ധിച്ചേ, ഈ പോയിന്റുകൾ തമ്മിൽ കണ്ടോ യോജിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന ഈ ആംഗിളിലെ ചെറിയ ആംഗിൾ, ഈ ചെറിയ ആംഗിൾ, ആ ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ x/2 ആയിരിക്കും. അതായത് OPQ ആംഗിൾ OPQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/2 ആയിരിക്കും. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട റിസൾട്ട്. ഇത്രയും മാത്രമാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെച്ചോ. വന്നത് എങ്ങനെയാണെന്നുള്ളത് സിമ്പിളാണ്. ദേ, ഇത് എക്സ്, ഇതെന്താ 180 മൈനസ് എക്സ്. 180 മൈനസ് എക്സ് അവിടെ നിർത്താം, മറ്റേത് പിന്നെ പറയാം. 180 മൈനസ് എക്സ് ആണല്ലോ വൈ, അല്ലേ? ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ കണ്ടോ, OPQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ടോ. ഈ OPQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്താ പ്രത്യേകത? OQ റേഡിയസ് അല്ലേ, OP റേഡിയസ് അല്ലേ? കാരണം എന്താ, രണ്ട് സെയിം ആണ്. അപ്പോൾ രണ്ട് സെയിം ആകുമ്പോൾ ബേസ് ആംഗിളുകൾ എന്താ, ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആവും. അതുകൊണ്ടാണ് ഇതും x/2 വന്നത്. കാരണം ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ സെയിം ആയിരിക്കും. അപ്പോൾ സെയിം ആയതുകൊണ്ടാണ് x/2 വന്നത്. ഇനി x/2 വന്നത് എങ്ങനെയാണ്? ഈ ആംഗിൾ എന്താ, 180 മൈനസ് എക്സ് അല്ലേ? ഒരു ട്രയാങ്കിളിലെ മൊത്തം ആംഗിളിന്റെ സം എത്രയാ, 180. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും സം എന്താ, 180 ഇത് പോകണം, 180 മൈനസ് എക്സ് പോകണം. അപ്പോൾ ഇത് അകത്തോട്ട് ബ്രാക്കറ്റ് മാറുമ്പോൾ എന്താവും, 180 മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും, അല്ലേ? 180 പോയിട്ട് എക്സ് ആവും. ഇതിന്റെ രണ്ടിനെ സം എക്സ് ആവും. ഈക്വൽ അല്ലേ? അപ്പോൾ എന്താ, ഡിവൈഡ് ചെയ്താൽ പോരെ, x/2. അങ്ങനെയാണ് x/2 ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.